ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ചിക്കനൊക്കെ ചേർത്ത് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റൈസ് ഉണ്ടാക്കാം. ബിരിയാണിയുടെയും കപ്സിൻ്റെയും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ടേസ്റ്റുള്ള വളരെ കുറച്ച് സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു റൈസാണ്. ഇതിന് വേണ്ടിയിട്ട് 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ബിരിയാണിക്കൊക്കെ എടുക്കുന്ന ആ ഒരു വലുപ്പത്തിലുള്ള പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 4 ടേബിൾ സ്പൂൺ തൈര്, 1 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു അരമണിക്കൂറൊന്ന് മാറ്റി വെക്കാം. അതുപോലെ നമുക്ക് ചോറിന് ആവശ്യമായിട്ടുള്ള അരി എടുത്തിട്ടുണ്ട്. 3 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 3/4 മണിക്കൂറൊന്ന് കുതിർക്കാൻ വെക്കാം. ചിക്കനിൽ മസാല തേച്ച് വെച്ചിട്ട് ഇപ്പോൾ അരമണിക്കൂറായി. ഇതൊന്ന് പൊരിച്ചെടുക്കണം. 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം. മീഡിയം തീയിൽ വെക്കാം. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. കുറച്ച് സോഫ്റ്റായിട്ട് വേണം പൊരിച്ചെടുക്കാൻ. കൂടുതലായിട്ട് പൊരിയേണ്ട ആവശ്യമില്ല. ഇനി ഒരു പോട്ട് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കൂടെ ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കി ഓയിൽ ഇല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 2 ബേ ലീഫ്, 2-3 കഷ്ണം പട്ട, 5 ഗ്രാമ്പു, 5 ഏലക്ക, ഒരു 10 മണി കുരുമുളക്. ഇനി മീഡിയം വലിപ്പമുള്ള 2 സവാള നീളത്തിലരിഞ്ഞിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ലപോലെ വഴന്ന് കുറച്ചൊന്ന് നിറം മാറി വരുന്നത് വരെ വഴറ്റണം. ഇനി ഇതിലേക്ക് ഒരു 5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. വെള്ളം തിളച്ച് വന്നാൽ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ പുതിനയില, 3 പച്ചമുളക്. ഇനി പൊരിച്ചു വെച്ച ചിക്കൻ ഇടാം. കുതിർത്ത് ഊറ്റി വെച്ച അരി കൂടി ഇട്ട് കൊടുക്കാം. അരി ഇട്ട് തിളച്ച് വന്നാൽ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെക്കാം. ഒരു 4 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം. വീണ്ടും മീഡിയം തീയിൽ തന്നെ വെച്ച് ഒരു 4 മിനിറ്റ് കൂടി അടച്ചു വെക്കാം. ഈ ഒരു പാകത്തിന് ചെറുതായിട്ടൊന്ന് വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടി തേങ്ങാപ്പാൽ വേണം ഒഴിക്കാൻ. ഇനി നന്നായിട്ട് ഇളക്കി ചേർത്തിട്ട് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ വെക്കാം. ചോറൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള തക്കാളി ചട്നി റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് മീഡിയം വലിപ്പമുള്ള 2 തക്കാളി, 1-2 പച്ചമുളക് എരിവിനനുസരിച്ച്, 2-3 വെളുത്തുള്ളി, ഒരു സവാളയുടെ 1/4 ഭാഗം, 4 ടേബിൾ സ്പൂൺ മല്ലിയില, 1 ടേബിൾ സ്പൂൺ പുതിനയില. ഇതൊരു മിക്സി ജാറിലേക്ക് ഇടാം. ഇതിലേക്കിനി 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും 3 ടേബിൾ സ്പൂൺ വെള്ളവും ഒഴിച്ചു കൊടുക്കാം. പാകത്തിന് ഉപ്പ് കൂടി ചേർക്കാം. ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം. വല്ലാത്ത സ്മൂത്തായിട്ടൊന്നും അടച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു രീതിയിൽ കഷ്ണങ്ങളോട് കൂടിയിട്ട് വേണം അരച്ചെടുക്കാൻ. ചോറിനുള്ള ചട്നി ഇവിടെ റെഡിയായി. ചോറ് അടച്ചു വെച്ചിട്ടിപ്പോൾ 17 മിനിറ്റായി. നല്ല പാകത്തെ വേവായിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് മല്ലിയിലൊക്കെ മുകളിലൊന്ന് വിതറി കൊടുത്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.